نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أعوذ بالله من الشيطان الرجيم إن الذين آمنوا وعملوا الصالحات إنا لا نضيع أجر من أحسن عملا ഏറെ ബഹുമാനമുള്ള സത്യവിശ്വാസിനികളെ, സൃഷ്ടികർത്താവും സർവ്വലോക നിയന്താവും സർവ്വ അനുഗ്രഹങ്ങളുടെയും ദാതാവുമായ അള്ളാഹുവിൻ്റെ ദീനിന്റെ വിധികളും വിലക്കുകളും യഥോചിതം പാലിച്ചു ജീവിക്കാൻ പരമാവധി പരിശ്രമിക്കണമെന്ന് ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. അള്ളാഹു നമുക്കെല്ലാവർക്കും അവനിഷ്ടപ്പെട്ട വഴിയിൽ മരണം വരെ അടിയുറച്ച് മുന്നോട്ടു പോകാനും മരണാനന്തരം ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ചുകൂടാനുമുള്ള സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പലപ്പോഴും ആളുകൾ പറയാറുണ്ട്, വെറുതെ ചെയ്തു കൊടുക്കുകയാണ്, എത്ര ചെയ്തു കൊടുത്താലും ആരും കാണാനും അറിയാനും മനസ്സിലാക്കാനൊന്നും പോകുന്നില്ല. നമ്മുടെ ആയുസ്സും നമ്മുടെ സമയവും നമ്മുടെ യൗവനവും ആർക്കൊക്കെയോ വേണ്ടി അധ്വാനിച്ച് തീരും എന്നിങ്ങനെ കുടുംബത്തിനു വേണ്ടിയും സമൂഹത്തിനു വേണ്ടിയുമൊക്കെ കഠിനാധ്വാനം ചെയ്ത് അവസാനം ആളുകൾ പറയുന്ന കമന്റാണിത്. വേണ്ട പോലെ പരിഗണന ലഭിക്കാതിരിക്കുമ്പോൾ, ആളുകൾ നമ്മുടെ അധ്വാനങ്ങളെ മനസ്സിലാക്കാതിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഉള്ളിൽ നിന്നുണ്ടാകുന്ന ഒരു വർത്തമാനമാണിത്. സുഹൃത്തുക്കളെ, നാം ആര് പ്രതീക്ഷിച്ചാലും, ആരിൽ നിന്ന് എന്ത് പ്രതീക്ഷിച്ച് എത്ര വലിയ ത്യാഗങ്ങൾ ചെയ്താലും ആളുകളിൽ നിന്ന് കിട്ടുന്നതിന് പരിമിതിയുണ്ട് എന്നത് നാം തിരിച്ചറിയേണ്ടതുണ്ട്. എന്നാൽ ഒരു വിശ്വാസി ചെയ്യുന്ന ഭൗതികമാകട്ടെ മതപരമാകട്ടെ ഏത് തരത്തിലുള്ള പരിശ്രമത്തിന്റെയും പിന്നിൽ പടച്ച റബ്ബിന്റെ പ്രീതിയും അവന്റെ പ്രതിഫലവും അവന്റെ പക്കൽ നിന്നുള്ള ബർക്കത്തും റഹ്മത്തും പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഒരാൾ പ്രവർത്തിക്കുന്നതെങ്കിൽ ഒരിക്കലും അയാൾക്ക് നിരാശപ്പെടേണ്ടി വരികയില്ല. വിശുദ്ധ ഖുർആനിന്റെ 20-ാം അധ്യായം സൂറത്ത് തോഹയുടെ 112-ാമത്തെ ആയത്തിൽ അല്ലാഹു പറയുന്നത്, വമൻ യഅമൽ മിനസ്സാലിഹാത്തി വഹുവ മുഅ്മിൻ ഫലാ യഖാഫു ദുൽമൻ വലാ ഹദ്മ. ആരെങ്കിലും ഈമാനുള്ളവനായിക്കൊണ്ട് സുഹൃതങ്ങൾ പ്രവർത്തിച്ചാൽ, സുഹൃതങ്ങളായി ഒരു കാര്യം പരിഗണിക്കപ്പെടാൻ 2 നിബന്ധനകളാണുള്ളത്. ഒന്ന്, അയാൾ ചെയ്യുന്ന കർമ്മം ഏതുമാകട്ടെ അതിന് പ്രവാചകന്റെ മാതൃകയുണ്ടായിരിക്കണം. പ്രവാചകന്റെ മാതൃകയുള്ള കർമ്മം ചെയ്യുന്ന ആളുടെ ഉള്ളിലുള്ള വികാരം പടച്ചറബിന്റെ പ്രതിഫലമായിരിക്കണം.
ഇഖ്ലാസും ഇത്തിബാഉം ഉൾക്കൊള്ളുന്ന സൽക്കർമ്മങ്ങൾ ഒരു മുഅ്മിനായ മനുഷ്യൻ പ്രവർത്തിച്ചാൽ ഫലാ യഖാഫു ദുൽമൻ വലാ ഹദ്മ, അവന് ദുൽമും ഹദ്മും ഭയക്കേണ്ടതില്ല എന്നാണ്. ദുൽമ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരാൾ ചെയ്യാത്ത കുറ്റകൃത്യങ്ങൾ അയാളുടെ മേലിൽ രേഖപ്പെടുത്തുക എന്നതാണ് ദുൽമ്. അത്തരമൊരു അന്യായം അയാൾ ഭയക്കേണ്ടതില്ല. ഹദ്മ് എന്താണെന്ന് പണ്ഡിതന്മാർ വിവരിക്കുമ്പോൾ അവിടുന്ന് പറയുന്നത് ഒരാൾ ചെയ്ത പ്രവർത്തനങ്ങൾ അത് വിസ്മരിക്കപ്പെടുകയോ പ്രതിഫലം ലഭിക്കാതിരിക്കുകയോ അത് അയാളുടെ രേഖയിൽ കാണപ്പെടാതിരിക്കുകയോ ചെയ്യുക എന്നതാണ് ഹദ്മ്. അപ്പോൾ ഒരാൾ ചെയ്ത ഒരു കർമ്മം പാഴായി പോകുമെന്നോ ഒരാൾ ചെയ്യാത്തൊരു കുറ്റം അയാളുടെ മേലിൽ രേഖപ്പെടുത്തപ്പെടുമെന്നോ അയാൾ ഭയക്കേണ്ടതില്ല. ഈമാനോടുകൂടെ അമലു സ്വാലിഹാത്തുകൾ പ്രവർത്തിച്ചാൽ എന്ന് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറയുകയാണ്. എല്ലാ വെള്ളിയാഴ്ചയും പാരായണം ചെയ്താൽ ഒരാഴ്ചക്കുള്ള പ്രകാശം ലഭിക്കുമെന്ന് പ്രവാചകൻ പറഞ്ഞ സൂറത്തു അൽ കഹ്ഫിന്റെ 30-ാമത്തെ ആയത്താണ് ഞാൻ ഓതിക്കേൾപ്പിച്ചത്. ഇന്നല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്തി ഇന്നാ ലാ നുദീഉ അജ്റ മൻ അഹ്സന അമല. അല്ലാഹുവിൽ വിശ്വസിച്ചുകൊണ്ട് സുഹൃതങ്ങൾ പ്രവർത്തിക്കുന്ന നന്മകൾ പ്രവർത്തിക്കുന്ന ആളുകൾ ഇന്നാ ലാ നുദീഉ അജ്റ മൻ അഹ്സന അമല, അവൻ പ്രവർത്തിച്ച ഏറ്റവും നല്ല കർമ്മങ്ങൾ ഒരിക്കലും നാം പാഴാക്കി കളയുകയില്ല, അതിന്റെ പ്രതിഫലവും എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അല്ലാഹുവിന്റെ ശറഇനെ പിൻപറ്റിക്കൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിനെ ഫോളോ ചെയ്തുകൊണ്ട് അല്ലാഹുവിന്റെ പ്രീതി ആഗ്രഹിച്ചുകൊണ്ട് സുഹൃതങ്ങൾ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ആ അഅമാലുകൾ അല്ലാഹു ഒരിക്കലും പാഴാക്കുകയില്ലെന്ന് മാത്രമല്ല ബൽ യഹ്ഫദുഹു ലിൽ ആമിലീൻ, അത് പ്രവർത്തിച്ചവർക്ക് വേണ്ടി അല്ലാഹു അതിനെ സംരക്ഷിക്കുമെന്നും വയുവഫീഹിം മിനൽ അജ്ർ, അവൻ പ്രവർത്തിച്ചതിനുള്ള പൂർണ്ണ പ്രതിഫലം അല്ലാഹു നൽകുമെന്നും ബിഹസ്ബി അമലിഹിം വഫദ്ലിഹി വഇഹ്സാനിഹി, അവൻ പ്രവർത്തിച്ച ആ പ്രവർത്തനത്തിന്റെ ഫദ്ലും അതിന്റെ ഗുണമേന്മയും നോക്കിയിട്ട് അർഹിക്കുന്ന പ്രതിഫലം അല്ലാഹു പൂർത്തിയാക്കി കൊടുക്കുകയും ചെയ്യുമെന്ന് ആയത്തിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് ഇമാം നാസിർ സഅദി റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ തഫ്സീർ രേഖപ്പെടുത്തുകയാണ്. വിശുദ്ധ ഖുർആൻ സൂറത്ത് മറിയമിന്റെ 96-ാമത്തെ ആയത്തിൽ അല്ലാഹു പറയുന്നത് ഇന്നല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്ത്, വിശ്വസിക്കുകയും സുഹൃതങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്യുന്ന ആളുകൾ സയജ്അലു ലഹുമുർ റഹ്മാനു വുദ്ദ, പടച്ച റബ്ബ് സുബ്ഹാനഹു വ തആല അവരുടെ മേൽ ഇഷ്ടം രേഖപ്പെടുത്തുമെന്നാണ്. പടച്ച റബ്ബിന്റെ ഇഷ്ടം ലഭിച്ചാൽ അതിന്റെ ഫദ്ൽ എന്താണ് സഹോദരന്മാരെ? ഒരു മനുഷ്യൻ ഇഷ്ടപ്പെടുന്ന പോലെയല്ല. നമ്മുടെ ഇണ നമ്മെ ഇഷ്ടപ്പെടുന്ന, മക്കളും നമ്മുടെ കുടുംബവും നമ്മുടെ നാട്ടുകാരും നമ്മുടെ സൊസൈറ്റിയും നമ്മെ ബഹുമാനിക്കുന്ന, ആദരിക്കുന്ന, സ്നേഹിക്കുന്നത് പോലെയല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരാളെ സ്നേഹിച്ചു കഴിഞ്ഞാൽ മലക്കു ജിബ്രീലിനെ വിളിച്ചിട്ട് അല്ലാഹു പറയും ഇന്ന ദാസനെ എനിക്കിഷ്ടമാണ്, അതുകൊണ്ട് നീ അയാളെ ഇഷ്ടപ്പെടണം. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം അയാളെ ഇഷ്ടപ്പെടുകയാണ്. ജിബ്രീൽ മുഴുവൻ മലക്കുകളെയും വിളിച്ചു ചേർത്തിട്ട് പറയും ഇന്നല്ലാഹ യുഹിബ്ബു ഫുലാനൻ ഫഅഹിബ്ബൂഹു, അല്ലാഹു ഇന്ന മനുഷ്യനെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, അതുകൊണ്ട് നിങ്ങളും അയാളെ ഇഷ്ടപ്പെടണമെന്നാണ്. സുഹൃത്തുക്കളെ, എത്ര എണ്ണമുണ്ടെന്ന് പറയാനാകാത്ത പടച്ച റബ്ബിന് ഇന്നേ വരെ സൃഷ്ടിച്ച അന്ന് മുതൽക്ക് ഇന്നേ വരെ അനുസരണക്കേട് കാണിച്ചിട്ടില്ലാത്ത, മടിയും അലസതയുമില്ലാതെ രാവും പകലും വ്യത്യാസമില്ലാതെ പടച്ച റബ്ബിന് തസ്ബീഹും തക്ബീറും ചൊല്ലിക്കൊണ്ടിരിക്കുന്ന അല്ലാഹുവിന്റെ മലായികത്തുകൾ ഒരു മനുഷ്യനെ ഇഷ്ടപ്പെടുക എന്ന് വെച്ചാൽ അതിനേക്കാൾ വലിയ ഫദ്ല് വേറെ എന്താണുള്ളത്? അല്ലാഹുവിന്റെ പ്രീതി ആഗ്രഹിച്ചുകൊണ്ട് നന്മകൾ ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാളെ അല്ലാഹു ഇഷ്ടപ്പെടുന്നതിലൂടെ പടപ്പുകൾ മുഴുവൻ ഇഷ്ടപ്പെടുമെന്നാണ്. ഫയൂദഉ ലഹുൽ ഖബൂൽ, അല്ലാഹു ഒരാളെ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഈ പ്രപഞ്ചത്തിലുള്ള മുഴുവൻ അയാളെ ഇഷ്ടപ്പെടും. മനുഷ്യന്മാർ അയാളെ സ്നേഹിക്കുന്ന, ഇഷ്ടപ്പെടുന്ന, അയാൾക്ക് സ്വീകാര്യത ലഭിക്കുന്ന സാഹചര്യം ഉണ്ടാകുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തുകയാണ്. ഇന്നല്ലാഹ ലാ യദ്ലിമു മിസ്ഖാല ദർറ വഇൻ തകു ഹസനതൻ യുദാഇഫ്ഹാ വയുഅതി മിൻ ലദുൻഹു അജ്റൻ അദീമ. സൂറത്തു നിസാഇന്റെ 40-ാമത്തെ ആയത്തിൽ അല്ലാഹു പറയുന്നത് അല്ലാഹു ഒരാളോടും ഒരു തരിമ്പ് പോലും അക്രമം കാണിക്കുകയില്ല. വഇൻ തകു ഹസനതൻ യുദാഇഫ്ഹാ, അവന്റെ പക്കൽ വല്ല നന്മയുമുണ്ടെങ്കിൽ അത് ഇരട്ടി ഇരട്ടിയായി രേഖപ്പെടുത്തുമെന്നാണ്. അൽ ഹസനതു ഒരു നന്മ എന്ന് പറഞ്ഞാൽ ഇല അശ്രി അംസാലിഹ, ഒരു നന്മക്ക് 10 കൂലിയാണ് പടച്ച റബ്ബ് സുബ്ഹാനഹു വ തആല രേഖപ്പെടുത്തുന്നത്. 10 മാത്രമല്ല, ഇല 700 10 നന്മ മുതൽക്ക് 700 നന്മ വരെ
ഒരു മനുഷ്യന്റെ, ഒരു വിശ്വാസിയുടെ പുണ്യങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നന്മ രേഖപ്പെടുത്തി വെക്കുമെന്ന് പറയുമ്പോൾ ആണാകട്ടെ പെണ്ണാകട്ടെ, വലിയവനാകട്ടെ ചെറിയവനാകട്ടെ, രഹസ്യമാകട്ടെ പരസ്യമാകട്ടെ, ഹൃദയം കൊണ്ടുള്ളതാകട്ടെ നാവ് കൊണ്ടുള്ളതാകട്ടെ, അവയവങ്ങൾ കൊണ്ടുള്ളതാകട്ടെ, സമ്പത്ത് കൊണ്ടുള്ളതാകട്ടെ, നമുക്ക് സ്വന്തത്തിന് വേണ്ടിയുള്ളതാകട്ടെ, മറ്റുള്ളവർക്ക് ഉപകാരപ്പെട്ടതാകട്ടെ, ഏത് തരത്തിലുള്ള നന്മകളും പടച്ച റബ്ബ് സുബ്ഹാനഹു വ തആല സന്തോഷത്തോടുകൂടെ ഏറ്റുവാങ്ങുകയും അത് രേഖപ്പെടുത്തുകയും ചെയ്യും. ഒന്നും തന്നെ പാഴായി പോവുകയില്ല. കൊച്ചുനാളിൽ നമ്മൾ ചെയ്ത നന്മകൾ നമ്മളുമായി സഹവസിച്ചവർ മറന്നുപോയിട്ടുണ്ടാകും, ഇല്ലേ? ഇപ്പോൾ തന്നെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന നന്മകൾ നിങ്ങൾ എന്ന് ചെയ്തു, നിങ്ങൾ എന്ത് ചെയ്തു എന്ന് ചോദിക്കുന്നത് അത്ഭുതത്തോടെയാണ് നമ്മൾ നോക്കിക്കാണാറുള്ളത്. നിങ്ങൾ ഒന്നും ചെയ്തു തന്നിട്ടില്ലെന്ന് എത്ര ചെയ്താലും ആളുകൾ പലപ്പോഴും പറയാറുണ്ട്. ജസ്റ്റ് നമ്മൾ തൊട്ട് മുമ്പ് ചെയ്തതുപോലും മറന്നുപോകുന്ന സാഹചര്യമാണുള്ളതെങ്കിൽ നമ്മുടെ ചെറുപ്പകാലം മുതൽക്ക് നാം മരിക്കുന്നത് വരേക്കും നാം ചെയ്ത സകല പ്രവർത്തനങ്ങളും പടച്ച റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ അടുക്കൽ മായാതെ മറയാതെ മങ്ങലേൽക്കാതെ യാതൊരുവിധ കുറവുകളുമില്ലാതെ രേഖപ്പെടുത്തപ്പെട്ട് കിടക്കുന്നുണ്ട്. ഒരടിമ സുബ്ഹാനല്ലാഹ് എന്ന് പറഞ്ഞാൽ അതിന് 10 പുണ്യമാണ്. ഒരു ദിവസം 1000 നന്മ രേഖപ്പെടുത്തപ്പെടാൻ നിങ്ങൾക്ക് പ്രയാസമുണ്ടോ? സമ്പാദിക്കാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടോ? സ്വഹാബത്ത് ചോദിച്ചു, എങ്ങനെ അത് നേടാം? ആരെങ്കിലും 100 തവണ സുബ്ഹാനല്ലാഹ് ചൊല്ലിയാൽ 1000 അവന്റെ രേഖയിൽ അത് രേഖപ്പെടുത്തുമെന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു ദിവസത്തിൽ നിങ്ങൾക്ക് മേത്തരം കുതിരയെ, ഒട്ടകത്തെ നേടാൻ നിങ്ങൾക്ക് പ്രയാസമുണ്ടോ? സ്വഹാബത്ത് ചോദിച്ചു, എങ്ങനെ അത് നേടാൻ പറ്റും? അള്ളാഹുവിന്റെ പള്ളിയിൽ ഇരുന്ന് ഒരു ഖുർആനിന്റെ വചനം പാരായണം ചെയ്യുകയോ അതിന്റെ ആശയങ്ങൾ പഠിക്കുകയോ ചെയ്താൽ മുന്തിയ കുതിരയെ അല്ലെങ്കിൽ ഒട്ടകത്തെ ലഭിക്കുന്നതിനേക്കാൾ നിങ്ങൾക്ക് ഉത്തമമാണെന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം. ആയത്ത് വിശുദ്ധ ഖുർആനിൽ നിന്ന് ഒരു ആയത്തോതിയാൽ എത്ര പുണ്യമാണ്! ഒരു അക്ഷരം ഉച്ചരിച്ചാൽ 10 കൂലിയാണ്. നാം ചെയ്തു കൂട്ടിയ സകല നന്മകളും പടച്ച റബ്ബിന്റെ പ്രതിഫലം ആഗ്രഹിച്ച് നാം വല്ലതും ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊന്നുപോലും നഷ്ടപ്പെടാതെ ഇരട്ടി ഇരട്ടിയായി നന്മ രേഖപ്പെടുത്തിയിട്ട് അതിന്റെ പ്രതിഫലം അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുക്കി വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. സ്വർഗ്ഗത്തിൽ വിശ്വാസികൾ കടന്നു ചെല്ലുമ്പോൾ മലക്കുകൾ അവർക്ക് നേരെ വന്നിട്ട് പറയും, ഹാദാ യൗമുകുമുല്ലദീ കുൻതും തുഅദൂൻ, ഇതാകുന്നു നിങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകിയ, നിങ്ങൾക്ക് വാഗ്ദാനം നൽകപ്പെട്ട ദിവസം. ഇത് നിങ്ങളുടെ ദിവസമാണ്. ദുനിയാവിൽ നിങ്ങൾ നന്മകൾ പ്രവർത്തിച്ചതുകൊണ്ട്, നിങ്ങൾ പുണ്യങ്ങൾ പ്രവർത്തിച്ചതുകൊണ്ട്, പടച്ച റബ്ബിന്റെ സ്വർഗം ആഗ്രഹിച്ച് സുഹൃതങ്ങളും നന്മകളും ശേഖരിച്ചതുകൊണ്ട് അതിന്റെ പ്രതിഫലം ലഭിക്കുന്ന ദിവസമാണിതെന്ന് പടച്ച റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ മലക്കുകൾ പറയുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും വിശുദ്ധ ഖുർആനും നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നിരവധി ആയത്തുകളിലൂടെ ഈ കാര്യം പറയുന്നുണ്ട്. മയ്യഅമൽ മിനസ് സാലിഹാത്തി മിൻ ദക്കരിൻ ഔ ഉൻസാ വഹുവ മുഅ്മിൻ ഫഉലൈക യദ്ഖുലൂനൽ ജന്ന വലാ യദ്ലമൂന നഖീറാ. ഒരു ലേശം, ഒരു തരിമ്പ് പോലും അല്ലാഹു ഒരാളോടും അതിക്രമം കാണിക്കുകയില്ല. നോക്കൂ, 99 കണ്ണെത്താ ദൂരത്തെ വിശാലമായി കിടക്കുന്ന സിജില്ലാത്തുകൾ, ബൃഹത്തായ ഏടുകൾ മുഴുവൻ പാപങ്ങളാണ്. ആ പാപങ്ങളുടെ ഏടുകളുമായിട്ട് ഒരാൾ വരും. അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കും, ഇതെല്ലാം നീ ചെയ്ത കുറ്റങ്ങളാണോ? അയാൾ പറയും, അതെ, ഞാൻ ചെയ്തതാണ്. അല്ല, എന്റെ മലക്കുകൾ നിന്നോട് വല്ല അതിക്രമവും പ്രവർത്തിച്ചുവോ? അയാൾ പറയും, ഇല്ല റബ്ബേ, എല്ലാം എന്റെ ചെയ്തികൾ കൊണ്ട് മാത്രമുണ്ടായതാണ്. ഈ കണ്ണെത്താ ദൂരം വിശാലമായി കിടക്കുന്ന ഏടുകൾ മുഴുവൻ എന്റെ പാപങ്ങളാണ്. ഹൽ ഇൻദക ഖൈർ, നിന്റെ പക്കൽ വല്ല നന്മയുമുണ്ടോ? ഈ പാപങ്ങളല്ലാത്ത, ഈ പാപത്തിന് പകരം വെക്കാൻ നിന്റെ പക്കൽ വല്ല നന്മയുമുണ്ടോ എന്ന് അയാളോട് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കും. അയാൾ പറയും, ഇല്ല റബ്ബേ, ഇത് മുഴുവൻ പാപങ്ങൾ മാത്രമാണ്, ഇതിലൊരു നന്മയുമില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും, അല്ല, ഇതിനകത്തൊരു കാടുണ്ട്. ആ കാട് തുലാസിന്റെ ഒരു തട്ടിലും ഈ 99 സിജില്ലാത്തുകൾ തുലാസിന്റെ മറുതട്ടിലും വെച്ചാൽ ആ 99 സിജില്ലാത്തുകളെക്കാളും ആ ഒരു കാടിന് ഭാരം തൂങ്ങുമെന്ന് അള്ളാഹു അയാളോട് പറയും. എന്താണ് ആ കാടിനകത്തുള്ളത്? ഖൗലു ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്. 7 ആകാശവും 7 ഭൂമിയും തുലാസിന്റെ ഒരു തട്ടിലും ലാ ഇലാഹ ഇല്ലല്ലാഹ് തുലാസിന്റെ മറുതട്ടിലും വെച്ചാൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് ഭാരം തൂങ്ങുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുള്ള, പറഞ്ഞിട്ടുള്ള ആ ഒരു കാര്യം ആ 99 സിജില്ലാത്തുകൾക്കിടയിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വാക്കുച്ചരിച്ചത് അതിനകത്തുണ്ടായിരുന്നു. പടച്ച റബ്ബ് ഇത്രയൊക്കെ തെറ്റ് ചെയ്ത ആളല്ലേ, നിന്റെ നന്മ ഇവിടെ പരിഗണിക്കേണ്ടതില്ല എന്ന് പറയാതെ ആ കാടിനെ പുറത്തെടുത്ത് തുലാസിൽ അത് വെച്ച് അയാളുടെ ബാക്കി പാപങ്ങൾ ആ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ ഭാരത്താൽ പുറത്തു കൊടുക്കുന്നതാണ് നാം കാണുന്നതെങ്കിൽ, സുഹൃത്തുക്കളെ, നാം ചെയ്യുന്ന എല്ലാ കർമ്മങ്ങളും പടച്ച റബ്ബ് സുബ്ഹാനഹു വ തആല ഇരട്ടി ഇരട്ടി നന്മയാക്കിയിട്ട്
രേഖപ്പെടുത്തുമെന്നാണ്. അതുകൊണ്ട് തന്നെയാണ് വിശ്വാസികൾ വയുത്ഇമൂന തുആമ അലാ ഹുബ്ബി മിസ്കീനൻ വയതീമൻ വഅസീറ ഇന്നമാ നുത്ഇമുകും ലിവജ്ഹില്ലാഹ് ലാ നുരീദു മിൻകും ജസാഅൻ വലാ ശുകൂറ. ഞങ്ങൾ നിങ്ങളെ ഊട്ടുന്നത്, നിങ്ങളെ സഹായിക്കുന്നത്, നിങ്ങളുമായി സഹകരിക്കുന്നത്, നിങ്ങളുടെ വിശപ്പടക്കാൻ പരിശ്രമിക്കുന്നത് ലിവജ്ഹില്ലാഹ്, പടച്ച റബ്ബിന്റെ വജ്ഹിന് വേണ്ടി മാത്രമാണ്. നിങ്ങളുടെ പക്കൽ നിന്ന് യാതൊരു തരത്തിലുള്ള കലിമത്ത് ശുക്ർ, ഒരു താങ്ക്സ്, ഉപകാരമായി നിങ്ങളുടെ ഇടപെടൽ ഞങ്ങൾക്ക് വലിയ ഒരു സഹായമായി, എന്തെങ്കിലും കാണുമ്പോൾ ഒരു റെസ്പെക്റ്റുള്ള പെരുമാറ്റം, അല്ലെ, ഏതെങ്കിലും തരത്തിലുള്ള നമ്മളോടുള്ള ഒരു ബഹുമാനം കാണിക്കൽ, ഇതൊന്നും ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. വാക്കായിട്ടോ പ്രവർത്തനമായിട്ടോ എന്തെങ്കിലും മെറ്റീരിയലായിട്ടോ നിങ്ങളെ ഞങ്ങൾ സഹായിച്ചതിന് ഒരു പ്രതിഫലം ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. പടച്ച റബ്ബിന്റെ പ്രതിഫലം മാത്രമാണ് ആഗ്രഹിക്കുന്നതെന്ന് വിശ്വാസികൾ പറയാൻ കാരണം സുഹൃത്തുക്കൾ, അത് ഏറ്റവും വലിയ കാര്യമാണ്. അതുകൊണ്ട് തന്നെ പടച്ച റബ്ബിന്റെ പ്രീതി ആഗ്രഹിച്ചുകൊണ്ട് നാം ചെയ്യുന്ന ഏതൊരു നന്മയ്ക്കും, അത് ഭൗതിക കാര്യമാകട്ടെ, തൊഴിലഭ്യസിക്കുന്ന വിദ്യാർത്ഥികളും തൊഴിൽ ചെയ്യുന്ന കുടുംബനാഥന്മാരും വീട്ടിലെ സൗകര്യങ്ങൾ പ്രയാസപ്പെട്ടൊരുക്കുന്ന ഇണകളും, അവർക്കെല്ലാവർക്കും ഒരു നല്ല നീയത്തുണ്ടെങ്കിൽ, നല്ല ഉദ്ദേശമുണ്ടെങ്കിൽ പടച്ച റബ്ബ് പ്രതിഫലം നൽകും. ദീനാറുൻ അഅതൈതഹു മിസ്കീന, പാവപ്പെട്ടവന് ദീനാർ കൊടുത്തു. വദീനാറുൻ അഅതൈതഹു ഫീ റഖബ, അടിമ മോചനത്തിന് വേണ്ടി ഒരു ദീനാർ വിനിയോഗിച്ചു. വദീനാറുൻ അൻഫഖ്തഹു ഫീ സബീലില്ലാഹ്, അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ ഒരു ദീനാർ ചിലവഴിച്ചു. വദീനാറുൻ അൻഫഖ്തഹു അലാ അഹ്ലിക്, നിന്റെ കുടുംബത്തിന് വേണ്ടി നീ ഒരു ദീനാർ ചിലവഴിച്ചു. അഫ്ദലുഹല്ലദി അൻഫഖ്തഹു അലാ അഹ്ലിക്, ഈ ചിലവഴിച്ച ദീനാറുകളിൽ പടച്ച റബ്ബിന്റെ അടുക്കൽ ഏറ്റവും ശ്രേഷ്ഠമാണ് നീ നിന്റെ കുടുംബത്തിന് വേണ്ടി ചിലവഴിച്ച ദീനാർ. നമ്മളെന്താ പറയാറുള്ളത്? സാധനം വേണം എന്ന് പറയുമ്പോ, കയ്യിൽ നിന്ന് കാശ് ചെലവാകുന്ന ഘട്ടം വരുമ്പോ നമ്മൾ ചൂടാവാറുണ്ട്, അല്ലെ? ഫീസ് ചോദിക്കുമ്പോ, കുട്ടികളുടെ വണ്ടി വാടക ചോദിക്കുമ്പോ, അല്ലെ, ബില്ലടക്കാൻ വേണ്ടി കാശ് ചോദിക്കുമ്പോ നമ്മൾ ശകാരിക്കാറുണ്ട്. സുഹൃത്തുക്കളെ, നാം ചിലവഴിക്കുന്നത് പടച്ച റബ്ബിന്റെ അടുക്കൽ സ്വതക്കയാണ്. നീ നിന്റെ ഇണയുടെ വായിലേക്ക് ഉയർത്തുന്ന ഒരു ഉരുള ഭക്ഷണം, അത് പടച്ച റബ്ബിന്റെ മാർഗത്തിൽ സ്വതക്കയാണ്. നിന്റെ മക്കളെയും നിന്റെ ഇണകളെയും നിന്റെ മാതാപിതാക്കളെയും സംരക്ഷിക്കാൻ വേണ്ടി നീ ഇറങ്ങിപ്പുറപ്പെട്ടാൽ നീ അള്ളാഹുവിന്റെ മാർഗത്തിലാണ്. പക്ഷേ പടച്ച റബ്ബ് ഏൽപ്പിച്ച ദൗത്യം ഞാൻ നിർവഹിക്കാൻ വേണ്ടി ഇറങ്ങിപ്പുറപ്പെടുകയാണെന്ന നല്ലൊരു ഉദ്ദേശം വേണം. അതാണ് നല്ല വിശ്വാസത്തോടുകൂടെ, നല്ല ഉദ്ദേശത്തോടുകൂടെ നാം ചെയ്യുന്ന എല്ലാം. തബസ്സുമുക ഫീ വജ്ഹി അഖിക സദഖ, ഒരു സഹോദരനെ കാണുമ്പോൾ പുഞ്ചിരിച്ചാൽ സദഖയാണ്. അയാളുടെ കലിമത്തുൻ തയ്യിബ, നല്ല വാക്ക് സദഖയാണ്. ഒരാൾക്ക് സൗകര്യം ചെയ്തു കൊടുക്കൽ വലിയ പുണ്യമുള്ള കാര്യമാണ്. ഒരാളെ സഹായിക്കാൻ ഇറങ്ങിപ്പുറപ്പെടൽ അള്ളാഹു നമ്മുടെ കാര്യങ്ങൾ ഏറ്റെടുത്ത് നിർവഹിക്കാനുള്ള വലിയ അസ്ബാബാണ്. നാം ചെയ്യുന്ന ഏതൊരു സുഹൃതവും, സുഹൃത്തുക്കളെ, വസ്ത്രം ധരിക്കാതെ ഇറങ്ങാൻ പറ്റൂല. ആ വസ്ത്രം പടച്ച റബ്ബ് പറഞ്ഞതുപോലെ ധരിച്ചാൽ 24 hours നമുക്ക് കൂലിയാണ്. ഞാൻ എന്റെ റബ്ബ് പറഞ്ഞതുപോലെയാണ് എന്റെ ഔറത്ത് ഞാൻ കൊണ്ടു നടക്കുന്നത്, മറക്കുന്നത് എന്നൊരാൾ വിചാരിച്ചാൽ, ഒരു മുഅ്മിനായ ആണും പെണ്ണും വിചാരിച്ചാൽ, പടച്ച റബ്ബിനെ അനുസരിക്കുന്നതിനുള്ള പ്രതിഫലമാണ്. എന്തിനാ പുരുഷന്റെ മുഖത്ത് താടി രോമങ്ങൾ? അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് അനുധാവനം ചെയ്യുകയാണ്. ഇത് വെട്ടിക്കളഞ്ഞാൽ നമുക്ക് പുണ്യം നഷ്ടപ്പെട്ടു പോവാണ്. പ്രവാചകന്റെ സുന്നത്തിനെ നമ്മൾ ഫോളോ ചെയ്യുമ്പോൾ നമുക്കതിലൂടെ കിട്ടുന്നത് പ്രതിഫലമാണ്. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നാം പിൻപറ്റുന്നു എന്നതിന്റെ ഏറ്റവും വലിയ അടയാളമാണ് ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ് ഫത്തബിഊനി യുഹിബ്ബുകുമുല്ലാഹ്. നിങ്ങൾ അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്നെങ്കിൽ അള്ളാഹുവിന്റെ റസൂലിനെ ഫോളോ ചെയ്യണം. ഇബ്നു കസീർ റഹിമഹുല്ലാഹ് പറയാണ്, ഈ ആയത്തൊരു എക്സാമാണ്. എന്ത് എക്സാമാണ്? ഞാൻ റസൂലിനെ സ്നേഹിക്കുന്നു, ഞാൻ അള്ളാഹിനെ സ്നേഹിക്കുന്നു എന്ന് ജൽപ്പിക്കുന്നവർക്കുള്ള ഒരു എക്സാമാണ് ഈ ആയത്ത്. ഞാൻ അള്ളാഹുവിനെയും റസൂലിനെയും സ്നേഹിക്കുന്നു എന്ന് പറയുന്നവൻ പ്രവാചകന്റെ സുന്നത്ത് ഫോളോ ചെയ്യട്ടെ എന്നാണ്. സുഹൃത്തുക്കളെ, ഭക്ഷണം കഴിക്കാതെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റൂല. എന്നാൽ ഭക്ഷണം കഴിക്കുന്നത് വഇന്ന ലിഐനൈക അലൈക ഹഖ്ഖ, നിന്റെ കണ്ണിനോട് നിനക്ക് കടപ്പാടുണ്ട്. വഇന്ന ലിജസദിക അലൈക ഹഖ്ഖ, നിന്റെ ശരീരത്തോട് നിനക്ക് കടപ്പാടുണ്ട്. ആ കടപ്പാട് പൂർത്തീകരിക്കാൻ ഹലാലും തയ്യിബുമായത് പാകത്തിന് കഴിക്കാൻ എന്റെ സർട്ടാവിനോട് കൽപ്പിച്ചിരിക്കുന്നു എന്നൊരാൾ നീയത്താക്കിക്കൊണ്ട് ഭക്ഷണം കഴിക്കുമ്പോൾ അത് പുണ്യമാണ്. ഹലാല് തിന്നുമ്പോൾ പുണ്യമാണ്, ഹറാം ഒഴിവാക്കുമ്പോൾ പുണ്യമാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വഫീ ബുദ്ഇ അഹദികും സദഖ, നിങ്ങൾ നിങ്ങളുടെ ഭാര്യയുമായിട്ട് ശരീരം പങ്കുവെക്കുന്നതിൽ സ്വതക്കയുടെ കൂലിയാണ്. യാ റസൂലല്ലാഹ് അയഅതി അഹദുനാ ശഹവതഹു വയകൂനു ലഹു ഫീഹാ അജ്ർ, ഒരാൾ തന്റെ വികാരം പൂർത്തീകരിക്കാൻ തന്റെ ഭാര്യയുടെ അടുക്കൽ പോയാൽ അതിനും കൂലിയുണ്ടോ?
റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുക, അറഅയ്തും ലൗ വദഅഹാ ഫീ ഹറാം അകാന അലൈഹി ഫീഹാ വിസ്ർ? ഒരാൾ ഹറാമായിട്ട് തന്റെ ശാരീരികമായിട്ടുള്ള വൈകാരിക തലങ്ങളെ പൂർത്തീകരിച്ചാൽ അയാൾക്ക് പാപമില്ലേ? ഉണ്ട്. ഫകദാലിക ഇദാ വദഅഹാ ഫിൽ ഹലാലി കാന ലഹു അജ്റുൻ. ഇപ്രകാരം ഒരാൾ ഹലാലിൽ അത് നിർവഹിച്ചാൽ അയാൾക്ക് അജ്റുണ്ട്. ഇസ്ലാം കുടുസമാണ്, ഇസ്ലാം ബുദ്ധിമുട്ടാണ്, ഇസ്ലാം പ്രാക്ടീസ് ചെയ്യൽ ഇന്നത്തെ കാലത്ത് പോസിബിൾ അല്ല എന്നൊക്കെ വാദിക്കുന്നവർ അവർ ഇസ്ലാം പഠിച്ചിട്ടില്ല. മാ അൻസൽന അലൈക്കൽ ഖുർആന ലിതശ്ഖാ. ഈ ഖുർആനിനെ നിങ്ങളെ പ്രയാസപ്പെടുത്താനല്ല ഉണ്ടാക്കിയത്. നല്ല നീയത്തോടുകൂടെ നാം ചെയ്യുന്ന എല്ലാ സുഹൃതങ്ങൾക്കും പടച്ച റബ്ബിന്റെ പ്രീതിയും ഇഷ്ടവും പ്രതിഫലവും ലഭിക്കുന്ന ഒരു മഹനീയമായ ആദർശമാണ് സുഹൃത്തുക്കളെ ഈ ദീൻ എന്ന് പറയുന്നത്. നല്ലൊരു ഉദ്ദേശമുണ്ടായാൽ തന്നെ നോക്കൂ, മൻ സഅലല്ലാഹു അശ്ശഹാദത ബിസിദ്ഖിൻ ബല്ലഗഹു അല്ലാഹു മനാസില ശുഹദാ വഇമ്മാ തഅലാ ഫിറാശി. ഒരാൾ ആത്മാർത്ഥമായി എനിക്ക് പടച്ച റബ്ബിന്റെ മാർഗത്തിൽ ഷഹീദാവണം എന്ന് ആഗ്രഹിച്ചാൽ, സത്യസന്ധമായി ആഗ്രഹിച്ചാൽ, അവൻ അവന്റെ വിരിപ്പിൽ കിടന്ന് മരിച്ചാലും ശുഹദാക്കളുടെ പുണ്യം അല്ലാഹു സുബ്ഹാനഹു വ തആല രേഖപ്പെടുത്തുമെന്നാണ് സഹോദരന്മാരെ പറയുന്നത്. ഈ ഒരു പടച്ച റബ്ബിലുള്ള പ്രതീക്ഷയും പടച്ച റബ്ബിന്റെ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ടുള്ള ഒരു മുന്നോട്ട് പോക്കുമാണ് നമ്മുടെ ജീവിതത്തിന്റെ എയിമെങ്കിൽ നമുക്ക് സമാധാനത്തോടെ ജീവിക്കാം. لقد رضي الله عن المؤمنين إذ يبايعونك تحت الشجرة فعلم ما في قلوبهم فأنزل السكينة عليهم. ബൈഅത്തു റിദ്വാനിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ബൈഅത്ത് ചെയ്ത 1500-ൽ പരം വരുന്ന സഹാബത്തിനെ കുറിച്ച് പറയാണ്, അവർ പടച്ച റബ്ബിന്റെ പ്രീതി ആഗ്രഹിച്ച് അവനിൽ വിശ്വസിച്ച് അവന്റെ ദീനിന് വേണ്ടി അവന്റെ ദീന് പുലർത്തിക്കൊണ്ട് ജീവിക്കാൻ തീരുമാനിച്ചപ്പോൾ ഫഅൻസല സകീനത അലൈഹിം, അല്ലാഹു അവരുടെ മേൽ സകീനത്ത് ഇട്ടുകൊടുത്തു എന്നാണ്. അല്ലാഹുവിന്റെ പ്രീതി ആഗ്രഹിച്ചുകൊണ്ട് പുണ്യപ്രവർത്തനങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കി നമ്മൾ മുന്നോട്ട് പോയാൽ, നമ്മുടെ ഭൗതിക കാര്യങ്ങൾ പോലും നല്ല ഉദ്ദേശത്തോടുകൂടെ നമ്മൾ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ വലിയ പ്രതിഫലവും വലിയ സമാധാനവും സന്തോഷവും നമുക്ക് ലഭിക്കുമെന്ന് മാത്രമല്ല, ഇന്നല്ലാഹ ലാ യഖ്ബലു ഇല്ലാ മാ കാന ഖാലിസ വബ്തഗി ബിഹി വജ്ഹ. അല്ലാഹുവിന്റെ പ്രീതി ആഗ്രഹിച്ചുകൊണ്ട് ചെയ്യുന്ന പ്രവർത്തനങ്ങളല്ലാത്ത ഒന്നും അല്ലാഹു സ്വീകരിക്കുകയില്ല എന്ന് പറയുമ്പോൾ ആ ഒരു ഉദ്ദേശത്തോടുകൂടെ അല്ലാഹുവിന്റെ പ്രീതി നേടാൻ വേണ്ടിയിട്ട് നമ്മുടെ ജീവിതത്തിന്റെ മുഴുമുക്കു മേഖലകളും ഇസ്ലാമികമാക്കാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കുകയും എന്റെ റബ്ബ് എനിക്ക് എന്ത് കൽപ്പിച്ചുവോ അതിനെ ഇഷ്ടത്തോടെ സ്നേഹത്തോടെ പ്രതിഫലേച്ഛയോടുകൂടെ പ്രാവർത്തികമാക്കി മുന്നോട്ട് പോകാൻ, അതിലാണ് ഖൈറുള്ളത്, അതിലാണ് ബറക്കത്തുള്ളത്, അതിലാണ് സുരക്ഷയുള്ളത്, അതിലാണ് സമാധാനമുള്ളത്, അവർക്കാണ് സ്വർഗമുള്ളത് എന്ന് മനസ്സിലാക്കി മുന്നോട്ട് പോകാൻ നാം എല്ലാവരും പരിശ്രമിക്കുക. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. الحمد لله رب العالمين والصلاة والسلام على رسوله الأمين نبينا الحبيب محمد وعلى آله وصحبه أجمعين أما بعد. അള്ളാഹുവിനെ സൂക്ഷിക്കണമെന്ന് ഒരിക്കൽ കൂടെ ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. സഹോദരന്മാരെ, പൊടുന്നനെയുള്ള മരണവാർത്തകൾ അനുദിനം നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ കഴിഞ്ഞ ദിവസം ഇന്നലെ തിരുവാലിയിൽ ഒരു ബസ്സിനടിയിൽപ്പെട്ടൊരു യുവാവ് മരണപ്പെടുകയുണ്ടായി. വളരെ അപ്രതീക്ഷിതമായിട്ടുള്ള ആ മരണത്തിന്റെ ദൃശ്യം ബസ്സിൽ ഘടിപ്പിച്ച ക്യാമറ ചിത്രീകരിച്ചത് സോഷ്യൽ മീഡിയകളിലൂടെ സ്പ്രെഡായിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമ്മിൽ നിന്ന് മരണപ്പെട്ട എല്ലാവർക്കും അല്ലാഹു സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. യൗവനത്തിന്റെ നിറവിൽ വിദ്യാർത്ഥി കാലഘട്ടത്തിലെ ആ മുന്നേറ്റത്തിന്റെ മികവിൽ എത്രയോ മക്കൾ ഈ ലോകത്തോട് വിട പറയുകയുണ്ടായി. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അലംഘനീയമായ ഒരു തീരുമാനം നമ്മുടെ എല്ലാവരുടെയും മേൽ രേഖപ്പെടുത്തപ്പെട്ട് കിടക്കുന്നുണ്ട് എന്നത് നമ്മുടെ വിശ്വാസമാണ്. എത്രയോ ആളുകളെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്ന വലിയ വലിയ ഡോക്ടർമാർ ഉൾപ്പെടെ ലോകത്തിന് വലിയ സംഭാവനകൾ അർപ്പിച്ചിട്ടുള്ള ചിന്തകന്മാരും മെഡിക്കൽ വിദഗ്ധന്മാരും അടക്കം ഈ ലോകത്തു നിന്ന് വിട പറയുന്ന സാഹചര്യമുണ്ടായി. വേദന അറിയാതെ ജീവൻ കളയാൻ ആളുകൾ ഉപകരണം കണ്ടെത്തിയിട്ടുണ്ട്. വേദന അറിയാതെ മരണപ്പെടാനുള്ള, ആത്മഹത്യ ചെയ്യാനുള്ള മെഷീനറി കണ്ടെത്തിയിട്ടുണ്ട്. പക്ഷേ മരിക്കാതിരിക്കാനുള്ള ഒരു മെഷീനറി ഇന്നേ വരെ ആരും കണ്ടെത്തിയിട്ടില്ല.
അതൊരു സത്യമാണ്. ജനിച്ചു എന്നത് സത്യമായതുപോലെ മരിക്കും എന്നത് സത്യമാണ്. ആ മരണത്തിന്റെ തീരുമാനം എവിടെ വെച്ചാണ്, എപ്പോഴാണ്, എങ്ങനെയാണ് അള്ളാഹു നടപ്പിലാക്കുക എന്ന കാര്യം നമുക്കാർക്കും അറിയില്ല. ജീവിതത്തിൽ ഇന്നുവരെ നാം നേടിയതൊന്നും ആയിരുന്നില്ല നാം നേടേണ്ടിയിരുന്നത് എന്നതും, നാം ശ്രദ്ധിച്ചതായിരുന്നില്ല ശ്രദ്ധിക്കേണ്ടിയിരുന്നത് എന്നതും, പൊതുബോധത്തിന് കൂടെ കുതിക്കുകയായിരുന്നില്ല ഞാൻ ചെയ്യേണ്ടത് എന്നതുമുള്ള യാഥാർത്ഥ്യബോധം മനുഷ്യന്റെ ഉള്ളിൽ ജനിക്കുന്ന നിമിഷമാണ് മരണം. അതുകൊണ്ടാണ് ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്, മരണത്തെക്കാൾ നല്ലൊരു ഉപദേശി വേറെയില്ല എന്നാണ്. റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമസ്കാരം നന്നാകാനും നമുക്ക് ധാർമ്മിക ബോധവും ചിട്ടയും ആരാധനയിൽ ഔത്സുക്യവും തിന്മകളിൽ നിന്ന് മാറി നിൽക്കാനുള്ള പ്രചോദനവും എല്ലാം ലഭിക്കാനുമുള്ള ഒറ്റമൂലി മെഡിസിനായിട്ട് നമ്മളോട് പറഞ്ഞത് അക്സിറു ദിക്റ ഹാദിമിൽ ലദ്ദാത്ത് യഅനി അൽ മൗത്ത്. നിങ്ങൾ അനുഭവിക്കുന്ന എല്ലാ ലദ്ദത്തുകളെയും സുഖങ്ങളെയും ആസ്വാദനങ്ങളെയും മുറിച്ചു കളയുന്ന മരണത്തെക്കുറിച്ച് നിങ്ങൾ ധാരാളമായി ഓർക്കണമെന്ന്. മരണത്തെ ഓർമ്മിപ്പിക്കുമ്പോൾ അതിനെ ട്രോളാൻ ആളുകൾ ഉണ്ടാകാറുണ്ട്. ജീവിക്കാനല്ല ഇവർ പറയുന്നത്, മരിക്കുന്നതിനെക്കുറിച്ച് ഓർമ്മിപ്പിച്ച് ആളുകളെ പേടിപ്പിക്കുകയാണ് എന്ന് പറയുന്നുണ്ട്. പേടിപ്പിക്കുകയല്ല സത്യത്തിൽ ചെയ്യുന്നത്. വരാനിരിക്കുന്ന ഒരു യാഥാർത്ഥ്യത്തെ നാമായി മൂടിവെച്ചതുകൊണ്ട് കാര്യമില്ലല്ലോ. ആ യാഥാർത്ഥ്യത്തെ ഓർമ്മപ്പെടുത്തിയിട്ട് പറയുന്നത് മരണത്തിനപ്പുറത്തെ അറ്റമില്ലാത്ത ലോകത്തിനു വേണ്ടി ഒരുങ്ങണമെന്നാണ്. നിങ്ങളിൽ ഏറ്റവും നല്ല ബുദ്ധിമാൻ മരണത്തെ ഓർക്കുകയും അതിനപ്പുറത്തേക്ക് ഒരുക്കുകയും ചെയ്യുന്നവനാണ്. സുഹൃത്തുക്കളെ, നമ്മളാണോ ഏറ്റവും നല്ല സൗന്ദര്യമുള്ളവൻ? നമ്മളാണോ ഏറ്റവും നല്ല ആരോഗ്യമുള്ളവൻ? നമ്മുടെ ഇണയാണോ ലോകത്ത് ഏറ്റവും നല്ല സുന്ദരിയായവൾ? നമ്മുടെ ഇണയാണോ ലോകത്ത് ഏറ്റവും നല്ല സുന്ദരൻ? ഈ ലോകത്ത് ഏറ്റവും നല്ല പണക്കാരൻ നമ്മളാണോ? എത്രയോ ആളുകൾ കടന്നുപോയില്ലേ? അവരുടെ എല്ലാം ശരീരത്തെ മണ്ണ് തിന്ന് തീർത്തിരിക്കുകയാണ്. ആ കബറിന്റെ കുരുടീസ് മാറ്റിയിട്ട് മണ്ണ് മാന്തിയാൽ അതിനകത്തൊരു പക്ഷേ നുരുമ്പി എല്ലുകൾ മാത്രമേ നമുക്ക് കാണാൻ സാധിക്കൂ. എവിടെ പോയി ആ സൗന്ദര്യം? എവിടെ പോയി ആ സമ്പത്ത്? എവിടെ പോയി ആ തറവാട്? എവിടെ പോയി അയാളുടെ ഫാൻ ബേസ്? സുഹൃത്തുക്കളെ, ഇതെല്ലാം ഈ ദുനിയാവിന്റെ നൈമിഷികതയാണ്. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്തു നേടി? സ്വർഗം നേടി. അവിടുന്ന് എന്തു ബാക്കി വെച്ചു? ഇൽമ് ബാക്കി വെച്ചു. സ്വഹാബത്ത് എന്ത് നേടി? പണത്തിന്റെ വലിയ തറവാട്ടിൽ ജനിച്ച മിസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹു മരിക്കുമ്പോൾ ഒരു പുതപ്പായിരുന്നു ബാക്കിയുണ്ടായിരുന്നത്. ആ പുതപ്പ് കൊണ്ട് തലമറച്ചാൽ കാലുമറച്ചാൽ തലയും പുറത്താകുന്ന അവസ്ഥയിലായിരുന്നു ഉണ്ടായിരുന്നത് എന്ന് ചരിത്രത്തിൽ നമ്മൾ പഠിക്കുമ്പോൾ, വയറൊട്ടിയവരായി, മെലിഞ്ഞവരായി, കാലുകൾ വിണ്ടുകീറിയവരായി, ചോർന്നൊലിക്കുന്ന വീടുകളിൽ അറേബ്യൻ മണൽക്കാടിന്റെ കടുത്ത ചൂടിനെ അതിജയിച്ച് അള്ളാഹുവിന്റെ പ്രവാചകന് സുരക്ഷാ വലയം ഒരുക്കി ഈ ലോകത്തോട് വിട പറഞ്ഞു പോയ സഹാബത്ത് നേടിയത് ഏറ്റവും വലിയ സ്വത്താണ്. അലാ ഇന്ന സിൽഅത്തല്ലാഹി ലഗാലിയ. നിങ്ങൾ അറിയണം, പടച്ച റബ്ബിന്റെ പക്കലുള്ള സിൽഅത്ത്, ചരക്ക്, അത് ഏറ്റവും വിലപിടിപ്പുള്ളതാണ്. അലാ ഇന്ന സിൽഅത്തല്ലാഹിൽ ജന്ന. അള്ളാഹുവിന്റെ ചരക്കെന്ന് പറയുന്നത് സ്വർഗമാണ്. അതുകൊണ്ട് സഹോദരന്മാരെ, ജീവിതം കൊണ്ട് ഭൗതികമായി നേടാനുള്ളതെല്ലാം അത്യാവശ്യമൊക്കെ നമ്മൾ നേടിയിട്ടുണ്ട്. അത്യാവശ്യ വിദ്യാഭ്യാസം നേടിയിട്ടുണ്ട്. കുടുംബം പോറ്റാനുള്ള ജോലിയുണ്ട്. മക്കളെ ചേർത്ത് പിടിച്ച് താമസിക്കാനുള്ള ഒരു വീടുണ്ട്. നമുക്ക് യാത്ര ചെയ്യാനുള്ള വാഹനമുണ്ട്. ഇതെല്ലാം നമ്മൾ ആർജിച്ചെടുത്തെങ്കിൽ നാളെ നമ്മൾ മരിച്ചാൽ നമുക്ക് കൊണ്ടുപോകാനുള്ളത് നാമല്ലാതെ മറ്റാരും ആർജിച്ചെടുക്കുകയില്ലെന്ന കാര്യം സുഹൃത്തുക്കളെ തിരിച്ചറിയേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ മരണത്തിന്റെ മുന്നൊരുക്കമായി നാം എന്ത് ചെയ്തിട്ടുണ്ട് എന്ന ബോധമാണ് ഓരോ ജീവനും നടുറോട്ടിൽ പിടഞ്ഞു വീണ് മരിക്കുമ്പോൾ വാഹനത്തിന്റെ ടയർ കയറി തവള ചതഞ്ഞരഞ്ഞ് പൊട്ടുന്ന ശബ്ദം നമ്മൾ കേൾക്കുന്നത് പോലെ മനുഷ്യന്റെ തലയിലൂടെ വാഹനം കയറി ഇറങ്ങിയിട്ട് ചിതറിത്തെറിക്കുന്ന മനുഷ്യന്റെ തലച്ചോറ് കാണാൻ വിധിക്കപ്പെട്ട നമ്മളോട് നമ്മുടെ മനസ്സു പറയേണ്ടത് ഇതുപോലെ ഒരു ദിനം നിനക്കുമുണ്ട് എന്നതാണ്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, അവസരങ്ങളെ പരമാവധി ഉപയോഗിക്കുക. ആരാണ് നിങ്ങളുടെ കൂട്ടത്തിലെ നല്ലവൻ? മൻ തോല ഉംറുഹു വഹസുന അമലുഹു. നന്മകൾ ചെയ്യാനുള്ള അവസരങ്ങൾ ഉപയോഗപ്പെടുത്തുന്നവനാണ് നിങ്ങളുടെ കൂട്ടത്തിലെ ഏറ്റവും നല്ലവൻ. ആർക്കാണ് പടച്ച റബ്ബ് നന്മ ഉദ്ദേശിച്ചത്? അവനൊക്കെ എത്ര ഭാഗ്യവാനാണ്. അവന്റെ വീട് കണ്ടില്ലേ? അവന്റെ കയ്യിലെ ക്യാഷ് കണ്ടില്ലേ? അവന്റെ വണ്ടി കണ്ടില്ലേ? അവന്റെ കോസ്റ്റ്യൂം കണ്ടില്ലേ എന്നൊക്കെ ആളുകൾ ചോദിക്കാറുണ്ട്. ആരാ ഏറ്റവും പടച്ച റബ്ബ് നന്മ ഉദ്ദേശിച്ചവൻ?
മരിക്കും മുമ്പ് സുഹൃതങ്ങൾ പ്രവർത്തിക്കാനുള്ള അവസരം കിട്ടിയവൻ. അതുകൊണ്ട് നിർബന്ധ കാര്യങ്ങൾ കണിശമായിട്ട് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകണം. അതിന്റെ കൂടെ ഐച്ഛികമായ കാര്യങ്ങൾ നമ്മൾ കൊണ്ടുപോകണം. നമ്മൾ മരണപ്പെട്ടാലും നമുക്ക് ബാക്കിയാകുന്ന നന്മകൾ നമ്മളിവിടെ അവശേഷിപ്പിച്ചിട്ട് മരിച്ചു പോകാൻ നമുക്ക് പറ്റണം. ഒരു പള്ളി നിർമ്മിച്ചാൽ അത് നമ്മുടെ ഖബറിലേക്കുള്ള സ്വത്താണ്. ഒരു പള്ളി പൂർണ്ണമായി നിർമ്മിക്കാൻ നമുക്കാകില്ലെങ്കിലും ഒരു മുസല്ലയെങ്കിലും നമുക്ക് കൊടുക്കാൻ പറ്റിയാൽ ആ മുസല്ലയിൽ വീഴുന്ന സുജൂദ് നമ്മുടെ ഖബറിലേക്ക് എത്തും. ആളുകൾക്ക് വെള്ളം കുടിക്കാൻ ഒരു കിണർ, അല്ലെ, പൊതു ആളുകൾക്ക് വിശ്രമിക്കാൻ ഒരു കേന്ദ്രം, പാവങ്ങൾക്ക് വീട്, അവർക്ക് വേണ്ട സൗകര്യങ്ങൾ, അല്ലെ, ആളുകളെ ദീനിന്റെ ശരിയായ വെളിച്ചത്തിലേക്ക് ക്ഷണിച്ചു വരുത്തി തൗഹീദിന്റെ ആദർശം അവർക്ക് പകർന്നു കൊടുത്ത് അവരെ ദീനുള്ളവരാക്കി മാറ്റുന്ന ദൗത്യങ്ങൾ, ഇതെല്ലാം നമ്മുടെ മരണത്തിനപ്പുറത്തുള്ള അടയാളങ്ങളാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് സഹോദരന്മാരെ അതിനുള്ള അവസരങ്ങളെ നമ്മൾ ഉപയോഗപ്പെടുത്തണം. നമ്മുടെ തൊട്ട് സമീപത്തുള്ള എടവണ്ണ പ്രദേശത്തെ അങ്ങാടിയിൽ തന്നെ, ടൗണിൽ തന്നെ 28 സെന്റ് സ്ഥലത്ത് 17,000 സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയിൽ ഒരു പള്ളിയും മദ്രസയും ഹിഫ്ള് കോളേജും ഡി അഡിക്ഷൻ കൗൺസിലിംഗ് സെന്ററും അതുപോലെ തന്നെ പീസ് റേഡിയോ സ്റ്റുഡിയോയും തുടങ്ങി നിരവധി ദഅ്വ ആതുര ശുശ്രൂഷ കേന്ദ്രങ്ങൾ, സേവനങ്ങൾ തുടങ്ങി എല്ലാം കൂടിയിട്ടുള്ള വലിയൊരു സംരംഭം, അതിന്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഭീമമായ ഒരു സംഖ്യ അതിന് ചിലവായിട്ടുണ്ട്. അടുത്ത റമദാനിൽ അതിലേക്ക് നമുക്ക് അതിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് ആരാധനകളും മറ്റു കാര്യങ്ങളും തുടങ്ങൽ അത്യാവശ്യമായതുകൊണ്ട് തന്നെ വലിയൊരു സാമ്പത്തിക ബാധ്യത, 17,000 സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയിൽ നമ്മൾ നിർമ്മിക്കുന്ന ഈ ഭവനത്തിന്റെ പൂർത്തീകരണത്തിന് 3.25 കോടി രൂപയാണ് നമുക്ക് ആവശ്യമുള്ളത്. അതിലൊരു മുസല്ല നമ്മുടെ ഖബറിലേക്ക് ഓഫർ ചെയ്യാൻ നമുക്ക് സാധിക്കും. എന്റെ സുഹൃത്തുക്കൾ ഇവിടെ പുറത്തുണ്ടായിരിക്കും ഇൻഷാ അല്ലാഹ്. ഇവിടെ ഓരോ വെള്ളിയാഴ്ച ദിവസങ്ങളും വിവിധങ്ങളായിട്ടുള്ള കലക്ഷൻ ഉണ്ടെങ്കിൽ അത് നമുക്കുള്ളൊരു അവസരമായിട്ട് കാണാനും അള്ളാഹുവിന്റെ ഭവനത്തിന് വേണ്ടിയിട്ട് നമ്മളെ കൊണ്ട് സാധിക്കുന്ന തുക, അത് ഭീമമായ ഒരു സംഖ്യ നൽകിയിട്ട് തന്നെ നമ്മുടെ ഖബറിലേക്കുള്ള, നമ്മുടെ പരലോകത്തേക്കുള്ള ഒരു ഓഹരി ഉറപ്പിക്കുവാനും നമ്മൾ ശ്രമിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അതിന്റെ ബ്രോഷറും അതിന്റെ സ്കാനിങ്ങിനുള്ള സൗകര്യങ്ങളും എല്ലാം പുറത്തുണ്ട്. ബൈ ക്യാഷായി നൽകാൻ സാധിക്കുന്നവർ അങ്ങനെ നൽകണം, ഓഫർ നൽകാൻ സാധിക്കുന്നവർ അങ്ങനെ നൽകണം. അതിനകത്ത് കൊടുത്തിട്ടുള്ള QR കോഡ് സ്കാൻ ചെയ്തിട്ട് അക്കൗണ്ട് വഴി കൊടുക്കാൻ സാധിക്കുന്നവർ അങ്ങനെ കൊടുക്കണം. 20,000 രൂപയാണ് ഒരു മുസല്ലയ്ക്ക് നമ്മൾ കാണുന്ന മൊത്തം എക്സ്പെൻസ് ആയിട്ടുള്ളത്. പള്ളിയുടെ എക്സ്പെൻസ് ഡിവൈഡ് ചെയ്യുമ്പോൾ ഒരു മുസല്ലയ്ക്ക് 20,000 രൂപയാണ് നമ്മൾ കണക്കാക്കിയിട്ടുള്ളത്. അത് ഇപ്പോൾ നൽകാൻ സാധിക്കുന്നവർ അങ്ങനെ, അല്ല ഗഡുക്കളായി നൽകാൻ സാധിക്കുന്നവർ അങ്ങനെ, ഈ ഒരു ഭവനത്തിന്റെ പൂർത്തീകരണത്തിന് വേണ്ടി, അതും നമ്മുടെ യാത്രകളിലും നമ്മുടെ മറ്റുള്ള സന്ദർഭങ്ങളിലും നമുക്ക് പോലും ആരാധനയ്ക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന നമ്മുടെ തൊട്ട് സമീപത്തെ ഒരു അങ്ങാടിയിൽ ദഅവത്തിന്റെ ഒരു കേന്ദ്രമായി ഉയരുന്ന, തൊട്ട് സമീപത്ത് വീടുകളും അതുപോലെ തന്നെ സ്കൂളും ഹോസ്പിറ്റലും എല്ലാമുള്ള, ദഅവത്തിന് നല്ല സാധ്യതയുള്ള, സദാസമയം ആൾപ്പെരുമാറ്റം ഉണ്ടാകാൻ സാധ്യതയുള്ള ടൗണിലെ ഒരു പള്ളിയാണ്. ഗ്രാമത്തിലെ ഒരു പള്ളിയേക്കാളും നമുക്ക് പ്രതിഫലം പ്രതീക്ഷിക്കാൻ പറ്റുന്ന ഈ ഒരു അവസരത്തിന് വേണ്ടി നമ്മൾ പരമാവധി സഹായിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹുവിന്റെ ദീനിനെ ശരിയായ നിലക്ക് ഉൾക്കൊണ്ടുകൊണ്ടും അതിനെ ആസ്വദിച്ചുകൊണ്ടും ഇഷ്ടപ്പെട്ടുകൊണ്ടും പ്രാവർത്തികമാക്കിക്കൊണ്ടും നന്മ നിറഞ്ഞൊരു ജീവിതം നയിക്കാൻ അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ എല്ലാ വീഴ്ചകളും അള്ളാഹു വിട്ടുപുറത്തു മാപ്പാക്കി തരുമാറാവട്ടെ. നമ്മുടെ രോഗികൾക്ക് അള്ളാഹു ശിഫാഉൻ ആജിൽ സമ്മാനിക്കട്ടെ. നമ്മിൽ നിന്ന് മരിച്ചു പിരിഞ്ഞവർക്ക് അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു നമ്മുടെ എല്ലാ നല്ല മുറാദുകളെയും ഹാസിലാക്കുമാറാവട്ടെ. നാം അനുഭവിക്കുന്ന എല്ലാ മാനസിക, ശാരീരിക, കുടുംബ പ്രയാസങ്ങളും അള്ളാഹു ദൂരീകരിച്ച് നൽകുമാറാവട്ടെ. അള്ളാഹു നമുക്ക് നൽകിയ എല്ലാറ്റിലും പടച്ചിറബ് ബർക്കത്തും റഹ്മത്തും ഏറ്റി നൽകുമാറാവട്ടെ. നമ്മുടെ ഭൗതികവും മതപരവുമായ കാര്യങ്ങളിൽ അള്ളാഹു എളുപ്പം പ്രദാനം ചെയ്യുമാറാവട്ടെ. ഏറ്റവും ധന്യമായ ഒരു ആയുസ്സിനെ കെട്ടിപ്പടുക്കാൻ അള്ളാഹു നമ്മെ തുണയ്ക്കുമാറാവട്ടെ. എല്ലാ ഹറാമുകളിൽ നിന്നും മാറി നിൽക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഈ രാജ്യം നമുക്ക് നൽകുന്ന സ്വാതന്ത്ര്യം ഇതിനേക്കാൾ മനോഹരമായ നിലക്ക് അള്ളാഹു നിലനിർത്തുമാറാവട്ടെ. ഇതിനെ തകർക്കാനും നശിപ്പിക്കാനും അഹോരാത്രം അധ്വാനിക്കുന്ന 100 കൊല്ലത്തെ അജണ്ട മെനഞ്ഞ് അത് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഭരണകൂടത്തെ അള്ളാഹു പടിയിറക്കുമാറാവട്ടെ. രാജ്യത്തിന്റെ ഭരണഘടനയെ സംരക്ഷിക്കുന്ന ആളുകൾക്കിടയിലുള്ള സ്നേഹവും സൗഹാർദ്ദവും ഊട്ടിയുറപ്പിക്കുന്ന മനുഷ്യ സ്നേഹികൾക്ക് ഈ രാജ്യത്തിന്റെ അധികാരം അള്ളാഹു തിരിച്ചു നൽകുമാറാവട്ടെ. വർഗീയതക്കെതിരെയുള്ള യുദ്ധങ്ങളെ, പോരാട്ടങ്ങളെ അള്ളാഹു വിജയിപ്പിക്കുമാറാവട്ടെ. ഗസയിലും വെസ്റ്റ് ബാങ്കിലും ലോകത്തിന്റെ വിവിധങ്ങളായ ഭാഗങ്ങളിലും അക്രമത്തിനും യുദ്ധത്തിനും ഇരയാകുന്ന പാവങ്ങൾക്ക് അള്ളാഹു സ്വാതന്ത്ര്യവും സമാധാനവും നൽകുമാറാവട്ടെ. അള്ളാഹുടെ ദാഹം അകറ്റുമാറാവട്ടെ. അവരുടെ വിശപ്പടക്കാൻ
തുറക്കുമാറാവട്ടെ. അവരിൽ കരയുന്ന കുഞ്ഞുങ്ങളുടെ വേദന അല്ലാഹു സുബ്ഹാനഹു വ തആല കേൾക്കുമാറാവട്ടെ. അവരുടെ പ്രയാസങ്ങൾ അല്ലാഹു ദൂരീകരിക്കുമാറാവട്ടെ. യുദ്ധമില്ല എന്ന് പ്രഖ്യാപിച്ച് വീണ്ടും ആളുകളെ കൊന്നെടുക്കുന്ന നരാധമന്മാർക്ക് അല്ലാഹു കനത്ത ശിക്ഷയിറക്കുമാറാവട്ടെ. അവിടെ സമ്പദ് വ്യവസ്ഥയെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഛിന്ന ഭിന്നമാക്കുമാറാവട്ടെ. ആയുധ കച്ചവടം നടത്തി ലോകത്ത് മുഴുവൻ കലാപങ്ങൾ വിതയ്ക്കാനുള്ളവരുടെ തന്ത്രത്തെ അല്ലാഹു പരാജയപ്പെടുത്തുമാറാവട്ടെ. കനത്ത പ്രഹരശേഷിയുള്ളവരുടെ ആയുധ ശേഖരത്തെ അവരുടെ നാശത്തിനുള്ള ഹേതുകമാക്കി കാരണമാക്കി അല്ലാഹു മാറ്റുമാറാവട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين برحمتك يا أرحم الراحمين.